രശ്മി. ഞാൻ SVT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ്. നമ്മളെല്ലാവരും മാതൃദിനം ആഘോഷിക്കുകയാണ് അല്ലേ, മദേഴ്സ് ഡേ. അപ്പോൾ ഈ മദേഴ്സ് ഡേനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ പണ്ടത്തെ കാലത്തെ അമ്മ മക്കൾ ബന്ധം എന്നുള്ളത് ഭയങ്കരമായിട്ട് വാല്യുബിളായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നതാണ്. എന്നാൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഈ ഒരു യുവതലമുറകളിൽ നമ്മൾ ആ ഒരു വാല്യൂ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നത് നമുക്കൊരു ഡൗട്ട്ഫുള്ളാണ്. കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ. അപ്പോൾ ഈ ലഹരി, അതിൻ്റെ ഉപയോഗത്തിൻ്റെ എല്ലാം കൊണ്ട് തന്നെ മക്കൾ അമ്മ എന്നൊരു ബന്ധത്തിന് ആ ഒരു വാല്യൂ കൊടുക്കാൻ സാധിക്കുന്നില്ല, പല 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 കാരണങ്ങൾ കൊണ്ടും. കാരണം കൂടുതലും അമ്മമാരും അനുഭവിക്കുന്നത് മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള പീഡനങ്ങൾ പല രീതിയിൽ അമ്മമാർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, അമ്മമാരെ എത്രത്തോളം മക്കളെ സ്നേഹിക്കുന്നു എന്നുള്ളത്. കാരണം കുഞ്ഞുങ്ങൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ ആ അമ്മ അനുഭവിക്കുന്ന വേദന, അതിലുപരി അവരെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും, ഓരോ അമ്മമാരും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അവർക്കത് കഷ്ടപ്പാടായിട്ടല്ല. പക്ഷേ ആ ഒരു ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഫീഡിങ്ങിൻ്റെ കാര്യം തന്നെ എടുക്കുവാണെങ്കിൽ, ഉറക്കം ഇളച്ചിരുന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നുണ്ട് അല്ലേ, ഓരോ 3 മണിക്കൂറിനും ഇടയ്ക്ക് വെച്ചിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അമ്മയുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ അവർ ഒഴിവാക്കി മാറ്റി വെച്ചിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മമാർ നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ യുവതലമുറകൾ ഈ ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ അമ്മമാർ അനുഭവിക്കുന്ന വേദനകളോ കഷ്ടപ്പാടുകളോ ഒന്നും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുഞ്ഞിനെ വഴക്ക് പറയാം, അമ്മ കുഞ്ഞിനെ വഴക്ക് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ആ കുട്ടികൾ എന്താണ്, ഒന്നുകിൽ വീട് വിട്ട് ഇറങ്ങി പോവുക, അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റിലോട്ട് പോവുക, അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും കുട്ടികൾ ചെയ്തു വരുന്നത്. അവർക്കത് എന്താണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടോ ഉള്ള അറിവ് കൊണ്ടിട്ടായിരിക്കും അവരെങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അമ്മമാർ വഴക്ക് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ ആ ഒരു നെഗറ്റീവ് തോട്ടിലോട്ടാണ് എടുക്കുന്നത്. അമ്മ വഴക്ക് പറഞ്ഞു, അത് എന്തിനാണ് അല്ലെങ്കിൽ എന്ത് റീസൺ കൊണ്ടിട്ടാണ്, അത് തെറ്റാണോ ശരിയാണോ, അത് തെറ്റായതുകൊണ്ടാണ് വഴക്ക് പറഞ്ഞത് എന്ന കാര്യം കുഞ്ഞുങ്ങൾ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, കുഞ്ഞുങ്ങളോട് വഴക്ക് പറയുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ നോ എന്നുള്ളൊരു കാര്യം പറയുകയാണെങ്കിലും, ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കുട്ടി പറയുകയാണ്, അത് വേണ്ട എന്നുള്ളത് പറയുകയാണെങ്കിൽ, ഇച്ചിരി അടിക്കുവാണെങ്കിലും, അത് ഒരു കാരണവശാലും കുഞ്ഞുങ്ങളോട് സ്നേഹക്കുറവ് കൊണ്ടിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക അവരോട് ഇഷ്ടക്കുറവ് കൊണ്ടിട്ടോ അല്ല, അവരുടെ നല്ലതിന് വേണ്ടിയിട്ട്, അവരുടെ ഫ്യൂച്ചർ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഏതൊരു അമ്മയും ആ കുട്ടിയെ വഴക്ക് പറയുകയും അല്ലെങ്കിൽ എന്തെങ്കിലും നോ എന്നുള്ളൊരു കാര്യം പറയുകയും ചെയ്തത്. അത് നമ്മൾ മക്കൾ മനസ്സിലാക്കുക. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, ഈ മദേഴ്സ് ഡേ ആവുന്ന സമയത്ത് എല്ലാവരും അമ്മമാരുമായി ചേർന്നിരുന്ന ഒരു ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇടുക, അല്ലെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക. അതിൽ കുറേ ലൈക്കും ഷെയറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ അതല്ല ഓരോ അമ്മമാർക്കും വേണ്ടത്. അവരെ കെയർ ചെയ്യണം. അതായത് നമ്മൾ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് നമ്മളെ എങ്ങനെ അമ്മമാർ നോക്കുന്നോ ആ ഒരു രീതിയിൽ, ആ ഒരു കെയറിങ്, ആ ഒരു സപ്പോർട്ട്, ആ ഒരു എല്ലാ രീതിയിലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് ആയിക്കോട്ടെ, മെൻ്റൽ സപ്പോർട്ട് ആയിക്കോട്ടെ, കൂടുതലും അമ്മമാർക്ക് വേണ്ടത് ഫിനാൻഷ്യൽ അല്ല, അവർക്കൊരു മെൻ്റൽ സപ്പോർട്ടാണ്. അവരെ മനസ്സിലാക്കുക, അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക, ആ ഒരു രീതിയിൽ പോകാനായിരിക്കും ഏതൊരു അമ്മയും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ അമ്മമാരോട് ഷൗട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഒരിക്കലും തിരിച്ച് ആ ഒരു റെസ്പോണ്ട് ആയിരിക്കില്ല തരുന്നത്. കാരണം അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമമായിരിക്കും, പക്ഷെ അവർ പുറത്ത് കാണിക്കാറില്ല. കാരണം സ്വന്തം മക്കളാണ് അമ്മയോട് ഒരു ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടെൻഡൻസിന് വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതും. പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്ര വിഷമം ഉണ്ടെന്നുള്ളത് അവർ പുറത്ത് കാണിക്കാറില്ല. ഒറ്റയ്ക്കിരുന്ന് ചിലപ്പോൾ കരയുകയായിരിക്കും, അല്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കും അവർ ഡിപ്രഷൻ മൂഡിലോട്ട് പോകുന്നതും ഒക്കെ കണ്ടുവരുന്നുണ്ട്. സോ നമ്മൾ മക്കൾ ചിന്തിക്കേണ്ടതും, നമ്മൾ അവരുടെ വാർദ്ധക്യത്തോടെ എത്തുമ്പോൾ അവർക്ക് കൂടുതൽ ആവശ്യം മെൻ്റൽ സപ്പോർട്ടാണ്. സോ ആ ഒരു രീതിയിൽ നമ്മൾ ഓരോ അമ്മമാരെയും സ്നേഹിക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ, ഒരു അസുഖം വന്നാൽ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട്, അല്ലാതെ സർവൻറ്റിനെ കൂട്ടി വിടുക, ആ ഒരു പ്രവണതയും ഇപ്പോൾ കണ്ടുവരുന്നുള്ളൂ. സോ അങ്ങനെയല്ല, നമ്മൾ കുറച്ച് സമയം, എല്ലാവരും തിരക്കിലാണ്, എല്ലാവർക്കും ജോലിയുണ്ട്, വീട്ടിൽ വന്നു കഴിഞ്ഞാലും തിരക്ക് തന്നെയായിരിക്കും. പക്ഷേ ആ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 10
10 മിനിറ്റ് അമ്മയുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് തുറന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ അമ്മയോടൊന്ന് സുഖമാണോ എന്ന് ചോദിക്കുന്ന ആ വാക്കിലൂടെ പോലും അമ്മമാർക്ക് ഭയങ്കര അധികം സന്തോഷമായിരിക്കും കിട്ടുന്നത് അല്ലേ. കുഞ്ഞു കുട്ടികളുടെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾ അമ്മമാരോട് തുറന്ന് സംസാരിക്കുക. അത് ഇപ്പോഴത്തെ ലോകമാണ്, നമുക്കറിയില്ല, നമുക്കൊരു തേർഡ് പേഴ്സൺ വന്ന് എന്തെങ്കിലും സംസാരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റ് തരിക, അല്ലെങ്കിൽ ഫോൺ നമ്പർ ചോദിക്കുക, ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. സോ നമ്മൾ അമ്മമാരുമായിട്ട് അല്ലെ ഓപ്പണപ്പായിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട്, കാരണം അവർ എന്തെങ്കിലും നെഗറ്റീവ് കാണുമ്പോൾ വഴക്ക് പറയും എന്ന് പേടിച്ച് നമ്മൾ ഒരു കാര്യങ്ങളും പറയാതിരിക്കരുത്. നമ്മൾ എല്ലാ കാര്യങ്ങളും, കുഞ്ഞുങ്ങൾ എല്ലാ കാര്യങ്ങളും അമ്മമാരോട് ഷെയർ ചെയ്യണം. വിഷമമായിരുന്നാലും സന്തോഷമായിരുന്നാലും നമ്മൾ ഷെയർ ചെയ്യുക. മാർക്സിൻ്റെ കാര്യം, ചില കുട്ടികൾക്കാണെങ്കിൽ മാർക്സ് കുറവായിരിക്കും, അപ്പോൾ അമ്മ വഴക്ക് പറയും. സോ അത് വേറെ രീതിയിലോട്ടായിരിക്കും ആ കുട്ടികളുടെ ചിന്ത പോകുന്നത്. അങ്ങനെയൊന്നും പാടില്ല. നമ്മുടെ അമ്മമാർ നമുക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ. അവർ വഴക്ക് പറയുകയാണെങ്കിൽ അത് നമ്മുടെ നല്ലതിനാണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് നമ്മൾ അവരോട് ഷെയർ ചെയ്യുകയും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് മദേഴ്സ് ഡേനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. ഹാപ്പി മദേഴ്സ് ഡേ.